ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നേ. ഇന്ന് ഞാൻ ഇവിടെ കുക്കിംഗ് വ്ളോഗായിട്ടല്ല വന്നേക്കുന്നത്. നമുക്ക് കുക്കിങ്ങും പിന്നെ റെസിപ്പീസായിട്ടും പിന്നെ ലൈഫ് സ്റ്റൈൽ ട്രാവൽ അപ്പം നമുക്കൊരു വ്ളോഗായിട്ട് കണ്ടാലോ ഈ ഒരു ചാനൽ? എൻ്റെ പേര് സ്നേഹ. നമ്മൾ ഈവനിങ് റൂട്ടീൻ എന്നതാണെന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നെ പുള്ളി വരുന്നത് ഒരു 8:30-9 ആവും. അപ്പം അന്നേരത്തേക്കിന് ഞാനിവിടെ കുഞ്ഞുങ്ങളുമായിട്ട് ഈവനിങ് റൂട്ടീനൊക്കെ എന്തുവാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത് വിത്ത് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ്, വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഇവിടെ ഇപ്പം വൈകിട്ട് 4 മണിയായിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ഉച്ചക്കത്തെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനുള്ള പാത്രങ്ങളും പിന്നെ വൈകിട്ടത്തെ സ്നാക്സും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ധൃതിയിലാണ്. അപ്പം ഞാനിവിടെ പാത്രം മൊത്തം ഒക്കെ കഴുകി വെക്കുവാണ്. ഞങ്ങൾക്ക് ഇവിടെ രണ്ട് സിങ്ക് ഉണ്ട്. അപ്പം ഒരു സിങ്കിൽ നിന്ന് ഒരു സിങ്കിലോട്ട് മാറ്റിയിട്ട് മൊത്തം വാഷ് ചെയ്ത് അപ്പുറത്തെ സിങ്കിലോട്ട് ഇടും. എന്നിട്ട് അപ്പുറത്തെ സിങ്കിൽ നിന്ന് ഓരോരോ പാത്രങ്ങൾ നല്ലോണം വാഷ് ചെയ്ത് എടുക്കുവാണ്. അങ്ങനെ ഞാനിവിടെ പാത്രങ്ങൾ മൊത്തം ഉച്ചക്കത്തെ പാത്രങ്ങൾ മൊത്തം ഒന്ന് കഴുകി വെക്കുക. അങ്ങനെ ഇപ്പം ഞാൻ എല്ലാം പാത്രത്തിൽ സോപ്പൊക്കെ തേച്ച് അപ്പുറത്തെ സിങ്കിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സിങ്ക് വാഷ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഞാൻ മിക്ക പാത്രങ്ങളും മൊത്തം ഇങ്ങനെ കഴുകുന്നത്. ഒരു സൈഡിൽ മൊത്തം നമ്മൾ പാത്രങ്ങൾ മാറ്റി വെക്കും, സോപ്പ് തേച്ച് വെക്കും. എന്നിട്ട് ഇപ്പുറത്തെ സിങ്ക് നമുക്ക് വാഷ് ചെയ്ത് കഴുകിയെടുക്കാൻ പറ്റും. 2 സിങ്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഇപ്പം ഞാനിവിടെ താമസിക്കുന്നത് 1 ബെഡ്റൂം ഹാൾ കിച്ചണാണ്. നമ്മൾ UAE-യിലല്ലേ, അപ്പം റെൻറ്റഡ് ഹൗസാണ്, അല്ലാതെ നമ്മുടെ സ്വന്തം വീടൊന്നും അല്ല താമസിക്കുന്നത്. അപ്പോൾ റെൻറ്റഡ് ഹൗസ് റെൻറ്റൊക്കെ കൊടുക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ള ബെഡ്റൂം ഹാൾ കിച്ചണായിട്ടുള്ള അത്രവേ ഞങ്ങൾക്ക് 1 ബെഡ്റൂം ഹാൾ കിച്ചണാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഇപ്പം പാത്രങ്ങൾ മൊത്തം കഴുകി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് റാക്കിലോട്ടാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. മുകളിലൊരു റാക്കുണ്ട്, പിന്നെ ഡ്രോവേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഡ്രോവേഴ്സിനകത്ത് ഞാൻ മറ്റേ നാപ്കിൻ വെച്ചിട്ടുണ്ട്. അപ്പം നാപ്കിൻ വെച്ച് തുടച്ചിട്ട് പിന്നെ നമ്മൾ ഡ്രോവേഴ്സിനകത്ത് കയറ്റി വെക്കും. അങ്ങനെ വേറൊരു ദിവസം ഞാൻ എൻ്റെ സ്മോൾ കിച്ചൻ്റെ ഒരു ടൂറ് നടത്താവേ, എന്നിട്ട് അതിൻ്റെ വ്ളോഗ് ഇടാം. അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണണം. അപ്പം ഞാൻ അടുത്ത കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ഇടാവേ. ചെറിയ കിച്ചനാണ്, നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സ്മോൾ കിച്ചനാണ്. നമ്മൾ UAE-യിലല്ലേ, അപ്പം വലിയ വീടൊന്നും അത്രയൊന്നും ആവശ്യമില്ല. റെൻറ്റും കൊടുക്കണം. നമ്മളുടെ സ്വന്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ചെറിയ അടുക്കളയാണ് വിത്ത് 1 ബെഡ്റൂം പിന്നെ ഹാളുണ്ട്. എൻ്റെ 2 പിള്ളേരുണ്ട്. അപ്പോൾ അവരെ നോക്കി ഹൗസ് വൈഫാണ്. അങ്ങനെ നമ്മളുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു കൂട്ടുന്നു. പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു.
എൻ്റെ ഇവിടെ നമുക്ക് ഒരാളുടെ ജോലി വെച്ച് നടത്തണം. അപ്പം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒക്കെ പോകുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് നാപ്കിൻ വെച്ച് തുടച്ചിട്ട് എല്ലാം റാക്കിലോട്ട് കയറ്റുവേ. അങ്ങനെ നമ്മളുടെ പാത്രങ്ങൾ മൊത്തം കഴുകി വൃത്തിയാക്കി. ഇനി ഞാൻ ഇവിടെ എല്ലാം പാത്രങ്ങൾ ടബിനകത്ത്, വെള്ളം പോകാനുള്ള പാത്രങ്ങൾ ടബിനകത്ത് വെക്കും. പിന്നെ ബാക്കിയുള്ള കപ്പ് റാക്കി കയറ്റും. എന്നിട്ട് ഡ്രോവേഴ്സ് വലിയ വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ ഡ്രോവേഴ്സിനകത്തും വെക്കുവേ. ഇപ്പം പിള്ളേർ ടി വിയും കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെയൊക്കെ ചെറിയ ഒച്ച ബാക്ക്ഗ്രൗണ്ടിൽ കാണും. പിന്നെ ചെറുത് എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബഹളമാണ്. വീട് മൊത്തം ഇങ്ങനെ നിരത്തിയിടും. എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ അത് മൊത്തം നിരത്തിയിടും. അങ്ങനെയൊക്കെ അവനും എൻ്റെ കൂടെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. താഴെ ഞാൻ കാണിക്കാവേ വീഡിയോ. ഇപ്പം ഞാൻ കപ്പൊക്കെ എടുത്ത് വെക്കുമല്ലായിരുന്നു. അപ്പം ഞാനത് അങ്ങോട്ടൊന്ന് ശ്രദ്ധയായിപ്പോയി. പിന്നെ ചെറുത് താഴെ ഇരിപ്പുണ്ട് അവൻ്റെ പണി ഒപ്പിച്ച്. ഇങ്ങനെ നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് ഡ്രോവറിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത് കണ്ട, ചെറുത് നമ്മളുടെ ഇവൻ്റെ പേര് എഡ്വിനാണ്. നമ്മൾ വിളിക്കുന്നത് ഏവു എന്നാണ്. അപ്പോൾ ഏവു ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഉള്ള പാത്രങ്ങളൊക്കെ, അവൻ്റെ പാത്രങ്ങളൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ ഫോണും എടുത്തുകൊണ്ട് വന്ന് അടുക്കളയിൽ കയറി ഇരിപ്പുണ്ട്. ഞാനിവിടെ പണി ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്നിരുന്നോളും. മറ്റേ ചേട്ടൻ അവിടെ ടി വിയും കണ്ടുകൊണ്ടിരിക്കുക. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പം ഞാനിവിടെ ഡിന്നറിൻ്റെ റെഡിയാക്കാൻ പോവുകയാണ്. ഡിന്നറിന് വേണ്ടി ഞാനിവിടെ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് റൊട്ടിയാണ്. ക്യാരറ്റ് ചപ്പാത്തി. ക്യാരറ്റ് വെച്ച് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാവുന്ന രീതിയാണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് എൻ്റെ കൈ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനുള്ള നേരമില്ല. പിള്ളേർ കാരണം നമുക്ക് ഗ്രേറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന്. അപ്പം ഞാൻ എന്നെ എടുത്തു ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇത് ബോയിൽ ചെയ്തെടുത്തു. പീസാക്കിയിട്ട് അതിൻ്റെ സൈഡെല്ലാം കണ്ടിച്ചിട്ട് ബോയിൽ ചെയ്തെടുത്തു. ബോയിൽ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇച്ചിരി മുളക് പൊടിയെ ചേർത്തിട്ടുള്ള, കുഞ്ഞുങ്ങൾ കാരണം നമുക്ക് ഇച്ചിരി മുളക് പൊടിയെ ഞാൻ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ മുളക് പൊടിയൊക്കെ ഇട്ടാൽ എരിവ് കാരണം കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല. ഇനി നമുക്ക് ഹോൾ വീറ്റ് ആട്ടയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം ഞങ്ങൾക്ക് 4 പേർക്കൂടെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുക. ഇനി നമുക്ക് ആ ക്യാരറ്റും ആട്ടയും കൂടെ ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഗ്രേറ്റ് പിള്ളേരൊക്കെ ഉള്ളവർക്ക് ഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കണേ. ഈസിയാണ്. നമുക്ക് പിള്ളേർക്കും ഒരു ഹെൽത്തി ഫുഡാണ്. പിള്ളേർക്ക് ചപ്പാത്തിയും വെജിറ്റബിളൊക്കെ തിന്നാത്ത പിള്ളേർക്ക് ഇങ്ങനെ ചപ്പാത്തിക്കകത്ത് വെച്ച് കൊടുത്താൽ അവരൊന്ന് തിന്നോളും. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ആട്ടമാവ് കുഴച്ച് വെച്ചു. പിന്നെ കടല നാളെ രാവിലത്തേക്കിന് കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കടലക്കറിയും കടല നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിയും കുക്കറിനകത്തിട്ട് വേവിക്കാൻ പോവാണ്. നമ്മൾ കടലയൊക്കെ കഴുകിയിട്ട് അത് ഒന്ന് കുക്കറിനകത്ത് എടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ വേവിക്കാൻ വെക്കാൻ പോവാണ് കടല. അന്നേരത്തേക്കിന് നമ്മളുടെ പിള്ളേർക്ക് വിശക്കാൻ തുടങ്ങി, സ്നാക്സായിട്ട് വേണം. അപ്പം 2 ചിപ്സിൻ്റെ പാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക്. അപ്പം അവർ ഇച്ചിരി നേരമൊക്കെ ഇങ്ങനെ മഞ്ചിങ്ങായിട്ട് ചെയ്തോളും. പിന്നെ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്.
അതിനായിട്ട് ഞാനിവിടെ ഇച്ചിരി ആട്ടപ്പൊടി പേപ്പറിനകത്താണ് എടുത്തേക്കുന്നത്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ആട്ടപ്പൊടി വേണ്ടേ റൊട്ടിയൊക്കെ ഇങ്ങനെ പരത്താൻ വേണ്ടി. അങ്ങനെ ഞാനിപ്പോൾ ഇച്ചിരി പൊടിയേ എടുക്കുന്നുള്ളൂ. 2 ദിവസത്തിനകം അത് തീർത്തിട്ട് പിന്നെ ആ പേപ്പറോടെ ഞാൻ കളയും ആ പൊടിയെ, പിന്നെ ഉപയോഗിക്കത്തില്ല. നമ്മൾ 2 ദിവസത്തേക്കിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ആട്ടപ്പൊടിയുടെ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇനി നല്ല ചപ്പാത്തി ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കി വെക്കുവാണ്. അങ്ങനെ നമ്മളുടെ ഒരു ചപ്പാത്തി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിനി എല്ലാം ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുവാണ്. ഇച്ചിരി എണ്ണ മറിച്ചും തിരിച്ചും ഉള്ളപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് ഇച്ചിരി എണ്ണയും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ടേസ്റ്റി ക്യാരറ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഡിന്നറിന് വേണ്ടിയേ. പിന്നെ നമ്മളുടെ ചപ്പാത്തിയൊക്കെ കാസറോളിനകത്ത് വെക്കുമ്പോഴത്തേക്കിന് അത് മൂടി വെക്കുമ്പം ചപ്പാത്തിക്കകത്ത് ചൂട് കാരണം അതിൻ്റെ വെള്ളം മൊത്തം ചപ്പാത്തിയുടെ മേളിൽ വീഴും. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആ ചപ്പാത്തിയുടെ ആ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും. അപ്പം അത് ആകാതെ ഇരിക്കാനാണ് നമുക്ക് മേളിലൊരു ടിഷ്യൂ പേപ്പറോ ഒരു തുണിയോ വെച്ച് കൊടുത്താൽ നമുക്ക് കാസറോളിന് മേളിലായിട്ട് ചപ്പാത്തിയുടെ ഒക്കെ മേളിലായിട്ട് അപ്പം കാസറോൾ മൂടി വെച്ച് ആ വെള്ളം മൊത്തം ആ ടിഷ്യൂവെ വീഴും, അല്ലെങ്കിൽ തുണിയെ വീഴുന്നോളും. നമ്മളുടെ ചപ്പാത്തി നല്ല ചൂടോടെ അത് ഇരുന്നോളും അകത്ത്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കണ്ടോ, എൻ്റെ കൊച്ചിന് ചിപ്സ് കൊടുത്തതാണ്. അപ്പം അത് അവൻ അവിടെ മൊത്തം വീഴിച്ചിട്ടു. ഇനി അത് മൊത്തം ക്ലീൻ ചെയ്യാൻ പോകണം. അങ്ങനെ ചെറുതിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ വീഴ്ചയിടും. പണി ഒപ്പിച്ച് തന്നോളൂ എനിക്കിട്ട്. അങ്ങനത്തെ ഏവു. ഞാൻ ചോദിച്ച എന്നതാണെന്ന്. അപ്പം അവൻ അത് കഴിച്ച് കാണിക്കുവാ നമ്മളെ. പിന്നെ അത് വലിഞ്ഞന്ന് കയറിക്കോളും ടേബിളിലോട്ട്. ഇപ്പം ഇത് കണ്ടാ നിങ്ങൾ വലിഞ്ഞ് കയറുന്നത്. ചേറെ കയറും, പിന്നെ അത് കഴിഞ്ഞ് ടേബിളിലോട്ട് കയറി ഇരുന്നോളും. ചേട്ടായിയുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. മൂത്ത കൊച്ചിൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പം ലാപ്ടോപ്പൊക്കെ ആവശ്യമാണ്. അപ്പം അവൻ്റെ കൂടെ അന്ന് രാവിലെ തൊട്ട് ഇരുന്നോളും. രാവിലത്തെ തിരക്ക് കാരണമാണ് ഈവനിങ് വ്ളോഗ് എടുത്തത്. അപ്പം രാവിലെ അവൻ്റെ സ്കൂളും പിന്നെ ഇവൻ്റെ കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴത്തേക്കിന് നമുക്ക് രാവിലത്തെ പണി ഭയങ്കര തിരക്കുള്ള പണിയാണ്. അപ്പം ഇപ്പം മേളിൽ കയറി ഇരുന്നേക്കുവാ. ഇനിയും നമുക്കവിടെ നോക്കിയിരിക്കണം, അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ കയറി ചവിട്ടും. അങ്ങനത്തെ ഇങ്ങനെ ചെറിയ ചെറിയ കുസൃതി പണിയൊക്കെ ഉണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൈ. അങ്ങനെ ഞാനിത് എൻ്റെ ആദ്യത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും വേറെ പുതിയ ഒത്തിരി വീഡിയോസ് വരും.
ഇങ്ങനെ നമ്മളുടെ ആദ്യത്തെ വീഡിയോ വ്ളോഗായിട്ടാണ് എടുത്തേക്കുന്നത്. റെസിപ്പിയും പ്ലസ് വ്ളോഗും ആണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് വിത്ത് ബെൽ ബട്ടൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. See you with next video.